ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഒരു ലഞ്ച് വ്ളോഗ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കിഡിലനായിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ ഫസ്റ്റ് തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടൊന്ന് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണേ. അപ്പോൾ ഇത് ഞാൻ തിങ്കളാഴ്ച ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നലെ മക്കൾക്ക് സ്കൂളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മക്കളോട് മുറ്റത്ത് പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ചെത്തി കോരാനൊക്കെ പറഞ്ഞപ്പം അവർ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് മന്തി ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറി ഉപ്പേരി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ എടുക്കാമെന്നുള്ളതിൽ മന്തി മക്കൾക്ക് ഒരു എനർജി ആയിക്കോട്ടെ, അവർക്ക് പുറത്ത് പണിയൊക്കെ എടുക്കാനായിരുന്നു മന്തി ഉണ്ടാക്കി കൊടുക്കാൻ ശേഷം അങ്ങനെയാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞിരാ പിന്നെ പോയി 10-10:30 കേട്ടോ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ 4 വലിയ പീസാക്കിയിട്ട് കേട്ടോ മന്തിക്ക് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് 4 വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നല്ലതുപോലെ ക്ലീനാക്കി കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി നമുക്ക് നല്ലൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചിക്കൻ കഴുകിയ സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിനി ചിക്കൻ മസാല പുരട്ടാനുള്ള മന്തി മസാല ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2-3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് ഗ്രാമ്പ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലൊന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഡ്രൈ ലെമൺ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബേ ലീഫും കൂടെ ഇട്ടുകൊടുക്കും കേട്ടോ. ബേ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നല്ലതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല വറുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഒക്കെ പൊട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബോളെടുത്തിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ല വെള്ളം പോയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മസാല തേച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഈ ബോളിലേക്ക് നമ്മൾ പൊടിച്ച് വടിച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടിയില്ലേ, മന്തി മസാല, അതിൽ ഒരു 1/4 ഭാഗത്തോളം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതാ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ചതച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം നീരൊന്നും ഇല്ലാത്ത നാരങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ 1 നാരങ്ങയുടെ നീര് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ അതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഓരോന്നിട്ടിട്ട് ഇതുപോലെ നമുക്ക് നല്ലൊന്ന് ചിക്കൻ മേലൊക്കെ നല്ല മസാല ആവുന്ന രൂപത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ മസാലയ്ക്ക് നമ്മൾ മാഗി ക്യൂബോ അങ്ങനെ ഒന്നും ചേർക്കണില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാട്ടോ ഈ മസാല. അപ്പോൾ നമ്മളെ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ അതുപോലെ മസാല വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് 2-3 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിക്കനൊക്കെ മസാല പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അടിക്കലും തുടക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചൂലായിട്ട് സിറ്റൗട്ട് അടിച്ചു വരാൻ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. മക്കൾ പുല്ലൊക്കെ ഇവിടെ കൈക്കോട്ട് വെച്ചിട്ട് ചെത്തിക്കൊണ്ട് നല്ല പണിയിലാട്ടോ രണ്ടാളും. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വിറക് ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നമ്മൾ ബാക്ക് സൈഡ് കൊണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയണ്ടായിരുന്നു, പക്ഷേ അവിടെ ചോളം ഉണ്ടായിട്ടോ, ചോളം പുഴുങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ചോളം പുഴുങ്ങാൻ കുക്കറിൽ ഇട്ടിട്ടായിരുന്നു അടിച്ച് തരാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോളം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോളം ഞാൻ കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടത്. അപ്പോൾ ഇത് അവർക്ക് വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറയാം കുറച്ചുകൂടെ ചെത്തിയിട്ട് ഞാൻ തരാമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അടിച്ചുവാരെല്ലാം ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തണുപ്പായതുകൊണ്ട് നമ്മൾ ചെയറും ടേബിളിൻ്റെ ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരു പൂപ്പൽ പോലെ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചും കൊണ്ട് കേട്ടോ. ടേബിളിൻ്റെ അരുവൊക്കെ ഇങ്ങനെ ഒരു വെള്ളപ്പൊടി പോലെ ഇങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒന്നരാടെ ഞാൻ അതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ പിന്നെ അടിക്കലൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ചോളം പുഴുങ്ങിയതുണ്ടല്ലോ, അത് ഞാൻ മക്കൾക്ക് എടുത്ത് കൊടുത്തു. അതിന് ശേഷം ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് കൈക്കൂട്ടിയിട്ട് പുല്ലും ഇതൊക്കെ ഒന്ന് ചെത്തി കോരി കൊടുത്തു. എന്തായാലും നമ്മൾ ചിക്കനും മസാല തേച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ആവണമല്ലോ. അപ്പോൾ അതുവരെയൊക്കെ ഞാൻ പുറത്ത് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടോ. മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ അവർ സഹായിച്ചു. പിന്നെ ഞാനിത് അകത്തേക്ക് കയറിയിട്ട് നമ്മൾ മസാല പൊട്ടി വെച്ചിട്ട് ചിക്കനില്ലേ, അത് ഞാൻ അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ സ്ട്രൈനറിൽ വെച്ചിട്ടൊന്ന് ആവി കഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്ന ചിക്കന്. അപ്പോൾ ഇങ്ങനെ ചിക്കന് ഞാനൊരു അരമണിക്കൂറോളം ചിക്കന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ മൂടി വെക്കാം കേട്ടോ ചെയ്യണത്. മൂടി വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മൾ ചിക്കന് വേവിച്ചെടുത്തിട്ട് മന്തി ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ മന്തിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ പിന്നെ 4 പീസ് ഇതുപോലെ വെച്ചെടുത്തിട്ട് ഇതൊന്ന് നമ്മൾ മൂടി വെച്ചിട്ട് ആവി ഒളിച്ചിട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ കിടന്ന് വീഴുമ്പോഴേക്ക് നമുക്ക് മന്തിയിലേക്കുള്ള അരി ഒന്ന് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഈ അരി നമ്മൾ മന്തി വെക്കണ അരിയല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സാധാ ചോറ്റരി വെച്ചിട്ടാണ് നമ്മൾ ഈ മന്തി റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള അരി എന്ന് വെച്ചാൽ നമ്മൾ സിൽക്കി എന്ന് പറയുന്ന അരിയില്ലേ, അപ്പോൾ ആ അരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം വേവുള്ള അരിയാണേനും എന്നാലും തീരെ വേവില്ലാത്ത അരിയല്ല, അങ്ങനെയുള്ള ഒരു അരി കേട്ടത്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക സാധാ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, ആ അരിയുടെ അതേ വേവ് തന്നെ കേട്ടോ ഈ സിൽക്കിക്കുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു നമ്മൾ ഇങ്ങനെ അരി കൈയിട്ട് തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സിൽക്കി പോലെ തന്നെയാണ് കേട്ടോ ഈ അരി നമ്മൾ ഇങ്ങനെ കൈയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ല കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു 5-6 പ്രാവശ്യം ഞാൻ അതുപോലെ നല്ല കഴുകുന്നുണ്ട് കേട്ടോ അരി. നമ്മൾ മന്തി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിലും അരി നല്ല കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കഴുകുമ്പോൾ പിന്നെ അരി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ 4-5 പ്രാവശ്യം ഇതുപോലെ നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ 4-5 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ ചിക്കൻ വേവുന്ന ടൈമില്ല, അത്രയും ടൈം നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലുമെന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഒരു 1/4 മണിക്കൂർ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മളെ റുഫാറി വൈബ്സ് എന്ന് പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കണ്ടോക്കട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇതുപോലെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കന് അതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള വെള്ളം ഇട്ടത്, ഈ വെള്ളം നമ്മൾ കളയണില്ല. ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ മന്തി ഉണ്ടാക്കുമ്പോൾ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ഏലക്കായ, പട്ട, പിന്നെ ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ജീരകം കേട്ടോ, ചെറിയ ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ
ഞാൻ 4 കപ്പ് അരിയാണ് കേട്ടോ, കറക്റ്റ് 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 250 ml കപ്പിന് 4 കപ്പ് ഇട്ടാം. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് 9 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡിയാക്കണമെങ്കിൽ നമ്മൾ അരി എടുത്തതിൻ്റെ ഡബിൾ വെള്ളമല്ലോ ഒഴിച്ചു കൊടുക്കുക. 4 കപ്പിന് 8 കപ്പ് വെള്ളമല്ലോ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 9 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ സാധാ നോർമൽ നമ്മൾ മന്തി അരിയായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള ഇതിലാണ് ഞാൻ വെള്ളം വെക്കൽ. ഇത് ഞാൻ അതിലും കൂടുതൽ ഇത്തിരി കൂടുതലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 കപ്പ് അരിക്ക് ഞാൻ 9 കപ്പ് വെള്ളം അങ്ങനെ കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെതാ വെള്ളമൊക്കെ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡ്രൈ ലെമൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തി മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് മന്തി മസാല കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ നല്ല കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അരി ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ല ഇളക്കി ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടാൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം ചെയ്യണത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യണ മുന്നേ ഞാൻ ഇത്തിരി കൂടെ അതിലേക്ക് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പാൻ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ബട്ടറായിട്ട് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടറിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അടിപൊളി ടേസ്റ്റ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി കഴിക്കൂലേ അതേ ടേസ്റ്റായിട്ടോ കിട്ടുന്നത്. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ചോറിലെ വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത് മൂടി തുറന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അതുപോലെ ഞാൻ എടുത്ത് കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം മെല്ലെ ഒന്ന് നമ്മൾ ചോറൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇതുപോലെ കൂരിട്ടിട്ട് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ, മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിഞ്ഞ് റൈസ് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോഴേക്ക് ഇതാ നമ്മൾ ചിക്കനൊക്കെ ഒരു സൈഡ് നല്ല നെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതപ്പോൾ മറ്റേ സൈഡിലേക്ക് ഞാൻ മറിച്ചിട്ട് അങ്ങനെ നമ്മളെ ചിക്കൻ പീസൊക്കെ നല്ല നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് മറ്റേ 2 പീസില്ലേ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മളെ റൈസൊക്കെ അവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസ് ഞാൻ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടിയൊന്നും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ചോറൊക്കെ ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താ ഞാൻ ഈ റൈസിൻ്റെ മേലേക്കും ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബട്ടറാക്കി കൊടുക്കാം കേട്ടോ. ബട്ടർ നമ്മളിങ്ങനെ നല്ല ചൂടിൽ വന്നിട്ട് ഇതുപോലെ എല്ലാം ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടർ നമ്മൾ മന്തിക്ക് ഇട്ട ഭയങ്കര ടേസ്റ്റ് കേട്ടോ മന്തിക്ക്. അപ്പോൾ ബട്ടറൊക്കെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞാൻ ഓരോ പീസ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായത് ചിക്കൻ മുഴുവനായിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ബട്ടറും കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊന്നും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ബട്ടർ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പിന്നെ കണൽ വെച്ചിട്ടൊന്ന് പുക കൊള്ളിക്കാട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ചിരട്ട കണലാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒരു പാത്രത്തിലാക്കി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറിൻ്റെ മേലേക്ക് ഞാനൊരു 3-4 പച്ചമുളകും കൂടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ പുക പുറത്തേക്ക് പോകാത്ത രൂപത്തിൽ നല്ലൊന്ന് ടൈറ്റായിട്ട് അടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചോറിൻ്റെ മേലേക്ക് നമ്മൾ എക്സ്ട്രാ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ റൈസിന് എന്തായാലും അത്യാവശ്യം ഒരു കളർ ഉണ്ട്, കാരണം നമ്മൾ ചിക്കന് പിന്നെ സ്റ്റീം ചെയ്തെടുത്ത് വെള്ളത്തിലായിരുന്നല്ലോ റൈസ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറിന് അത്യാവശ്യം കളർ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ കളറൊന്നും ചേർക്കാൻ നിന്നില്ല. അങ്ങനെ ചോറൊക്കെ നമ്മൾ ദമ്മിട്ടതിന് ശേഷം ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിച്ച് നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം ഭക്ഷണം കഴിക്കല. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ.
അതാ എൻ്റെ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ മക്കൾ ക്ലീൻ ചെയ്തെടുത്ത ഭാഗം ഇട്ടത്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ അവർ പുല്ലൊക്കെ ചെത്തിക്കോരി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിക്കണ മുന്നേ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ രണ്ടാളും കൂടി മയോണൈസും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല ഉഷാറാട്ടോ രണ്ടാളും. അപ്പോൾ ഉമ്മച്ചി കുളിച്ച് വരുമ്പോഴത്തേന് നമുക്ക് അതൊക്കെ ചെയ്തൊക്കെയെന്ന് മോനിസ പറഞ്ഞിട്ടോ. മോനിസിന് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങനെ ഓനും പിന്നെ മോട്ടനും കൂടെ മയോണൈസും ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുളി കഴിഞ്ഞ് വന്നപ്പോൾ അതൊന്നും പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നേരെ നമ്മൾ ചോറ് വിളമ്പല. അങ്ങനത്തെ നമ്മൾ ചോറ് വിളമ്പണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മേലുള്ള ചിക്കനും പിന്നെ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന മുളകില്ലേ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഇതിൻ്റെ മേലുള്ള റൈസും കൂടെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ റൈസ് ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റും പിന്നെ ആണെങ്കിൽ കളറ് മേലെ നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ അതിൻ്റെ മേലെ വെച്ചുകൊണ്ട് നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ റൈസ് ആദ്യം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഫുൾ ഇതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ചെയ്യണത്. അപ്പോൾ അതുപോലെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടാ ഇനി ഞാൻ ചോറ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ചെയ്യണത്. അപ്പോൾ ചോറ് ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ സിൽക്കി അരി എന്ന് പറഞ്ഞാൽ ഇത്തിരി നീളമുള്ള ഒരു അരിയും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ മന്തിൻ്റെ അരിയായിട്ട് വെച്ചതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ മന്തി അരി കൊണ്ട് വെക്കുന്നതിനേക്കാളും നല്ലൊരു സോഫ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഈ റൈസിന്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റൈസൊക്കെ ബോളിലൊക്കെ വിളമ്പിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കട്ടോ. ആ കളറൊന്ന് മിക്സ് ചെയ്ത റൈസ് അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ ചിക്കനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൈസൊക്കെ റെഡി ആക്കുമ്പോഴേക്ക് മോനിസ് അവിടെ മയോണൈസും ചട്നിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതുപോലെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ മന്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മന്തി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരെ ഇപ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.